സ്ഥാപനങ്ങളിലുമൊക്കെയായി ശ്രദ്ധിക്കുന്ന ആയൂർ നിവാസികൾക്ക് ഞങ്ങളുടെ ക്രൈസ്തവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അഞ്ചലിൽ നിന്ന് പ്രാർത്ഥിച്ച് ആരംഭിക്കപ്പെട്ട ലഹരി വിരുദ്ധ സന്ദേശ യാത്രയാണ് ഈ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യം 80ാം സ്വാതന്ത്ര്യ ദിനാഘോഷമെന്ന് ആഘോഷിക്കുന്ന ഈ പുണ്യ സുദിനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിലെന്ന് നമ്മുടെ കവികൾ പാടി വാഴ്ത്തിയിട്ടുള്ള നമ്മുടെ കൊച്ചു കേരളം ഉൾപ്പെടെയുള്ള നമ്മുടെ ഭാരത രാജ്യമെന്ന് വളരെയേറെ പുരോഗതിയിൽ കൂടെ മുൻപോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത്. അത്യാധുനികമായ ശാസ്ത്രീയ വളർച്ച ഇന്ന് മനുഷ്യനെ ബഹിരാകാശത്ത് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. നമ്മളുടെ അഭിമാനമായ അനിൽ മേനോൻ എന്ന് പറയുന്ന വ്യക്തി ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ബഹിരാകാശ യാത്ര നടത്തിയിരിക്കുന്നത്. അങ്ങനെ ഭാരതം എല്ലാ മേഖലകളിലും വലിയ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള വിദേശികൾ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വാഴ്ത്തിപ്പാടിയതായ നമ്മുടെ ഈ കൊച്ചു കേരളമെന്ന് ഇന്നത്തെ നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ഇത് ചെകുത്താന്റെ നാടായിട്ട് മാറിയിരിക്കുകയാണോ എന്ന് അരിയാകാരം കഴിക്കുന്ന നാം ഓരോരുത്തരും സന്ദേഹിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും വന്നെത്തി നിൽക്കുന്നത്. ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കുറവല്ല നമുക്കിവിടെ ഉള്ളത്. മതങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ തന്നെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഒരുപാട് നമ്മുടെ മുൻപിലുണ്ട്. കേരളത്തെ കുറിച്ച് വളരെ അഭിമാനത്തോടുകൂടെയാണ് ഞങ്ങൾ പറയുന്നത്. പ്രളയവും കോവിഡും അതുപോലെയൊക്കെയുള്ള മാരകമായ ദുരിതങ്ങളൊക്കെ നമ്മുടെ കേരളത്തെ നേരിട്ടപ്പോഴൊക്കെ മലയാളി സമൂഹം ഒന്നിച്ച് കൈകോർത്ത് അതിനെയൊക്കെ നേരിട്ടിട്ടുള്ള നാടാണ് നമ്മുടെ നാട് എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിലും സാമൂഹിക മേഖലകളിലുമൊക്കെ നമ്മൾ ഒരുപാട് മുൻപന്തിയിലാണെങ്കിലും ഇന്ന് നമ്മുടെ രാജ്യത്തെ തകർക്കുന്ന ലഹരി മരുന്നും അതുപോലെ മദ്യപാനം പോലെയുള്ള സാമൂഹിക വിപത്തുകളെ കുറിച്ച് നിങ്ങളുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുവാനാണ് ഇതിനകം ഞങ്ങൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മദ്യപാനം എന്ന് പറയുന്നത് ഇന്ന് മലയാളിയുടെ ഒരു സ്റ്റാറ്റസിന്റെ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓണം വന്നാലും ക്രിസ്തുമസ് വന്നാലും വീടിന്റെ പാലുകാച്ച് നടന്നാലും കുഞ്ഞിന്റെ പാലുകുടി മാറിയാലും അങ്ങനെ ഏത് കാര്യമുണ്ടായാലും ഇന്ന് കുടിച്ച് മതോന്മത്തനായി മാറുന്ന മലയാളി സമൂഹത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, മദ്യപാനം മൂലമുണ്ടാകുന്ന വിപത്തുകൾ ചില്ലറയല്ല. ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പല അതിക്രമങ്ങളും അതുപോലെ തന്നെ അപകടങ്ങളും ഒക്കെ നാം ശ്രദ്ധിച്ചാൽ അതോട് ചേർന്ന് ഒരു വാർത്ത കൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രതി മദ്യലഹരിയിലായിരുന്നു. മദ്യത്തിന്റെ പേരിലുള്ള എത്ര കൊലപാതകങ്ങളാണ് നമ്മുടെ രാജ്യത്തെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മദ്യമുതലാളിമാരൊക്കെ ബാറുകളൊക്കെ നടത്തി അവർക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തികളുള്ളവരായി വലിയ വില കൂടിയ കാറുകളും മണിസൗധങ്ങളും ഒക്കെ പണിത് അവരുടെ തലമുറകളൊക്കെ നല്ല രീതിയിൽ പഠിക്കുമ്പോൾ പാടത്ത് പകരത്തിയോളം പണിയെടുത്തിട്ട് വൈകുന്നേരം അല്പം സുഖത്തിന് വേണ്ടി കള്ള് ഷാപ്പുകളിലും ചാരായ ഷാപ്പുകളിലും ബാറുകളിലും ഒക്കെ കയറി
അല്പം മദ്യമൊക്കെ സേവിച്ച് വെച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോൾ എന്റെ സ്നേഹിത, നിങ്ങളെ കാത്തിരിക്കുന്ന സ്നേഹനിധിയായ ഒരു ഭാര്യ വീട്ടിനകത്തുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളെ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ വീട്ടിന്റെ അകത്തുണ്ട് എന്ന് മറന്നു പോകരുത്. നിങ്ങളോടുകൂടെ ജീവിക്കാനായിട്ട് 100 സ്വപ്നങ്ങളുമായി ഇറങ്ങി തിരിച്ചൊരു സ്ത്രീരത്നം, ഒരു സഹോദരി ആ കുടുംബത്തിലുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. രാവിലെ സമയം സഹോദരിയുടെ തലയിൽ കൈവച്ച് സത്യം ചെയ്ത് ഞാൻ ഇനി കുടിക്കയില്ലടി എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന സഹോദരൻ വൈകിട്ട് മദ്യം ഇഷ്ടംപോലെ സേവിച്ച് വെച്ച് ഓടയിലെങ്കിടന്ന വീട്ടിലേക്ക് കയറി വരുമ്പോൾ അന്ന് വെച്ച താഴം പോലും കഴിക്കുവാൻ സമ്മതിക്കാതെ വണ്ണം ഇന്നത്തെ പല കുടുംബങ്ങളും അരക്ഷിതാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നന്നായി പഠിക്കേണ്ട സ്ഥാനത്ത് മദ്യപന്റെ കുടുംബങ്ങൾ അവരുടെ ഭാര്യയുടെ കെട്ടുതാലി വിറ്റ് കുടുംബം പോലും പണയം വെച്ച് മദ്യപിച്ച് ദാരിദ്ര്യത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുടുംബകലഹങ്ങളും ആത്മഹത്യങ്ങളും അനാശാസ്യ പ്രവർത്തനങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടം മദ്യപാനം വലിയൊരു വിപത്തായി മാറിയിരിക്കുകയാണ്. ഒരു മതങ്ങളും ഒരു സമുദായങ്ങളും മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ യുവത്വങ്ങളെ പിടിമുറുക്കിയിരിക്കുന്ന മറ്റൊരു മാരകമായ വ്യാധിയാണ് ലഹരി എന്ന് പറയുന്നത്. മാതാപിതാക്കൾ മുണ്ട് മുറുക്കി ഉടുത്ത് കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് കേരളത്തിന് വെളിയിലുമൊക്കെയുള്ള നല്ല നല്ല സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കാൻ വിടുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ നല്ല ഭാവിയെ ഓർത്തുകൊണ്ടാണ്. അവിടെ ചെന്ന് നിങ്ങളുടെ കുടുംബങ്ങളെ മറന്ന്, മാതാപിതാക്കളെ മറന്ന്, കൂട്ടുകാരുമായി കൂട്ടം കൂടി MDMA പോലെയൊക്കെയുള്ള ആ നല്ല സിന്തറ്റിക് രാസലഹരിയൊക്കെ അതിലൊക്കെ അടിമപ്പെട്ട് ഇന്ന് അനേക യൗവനക്കാർ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സമൂഹങ്ങൾക്ക്, നമ്മുടെ കുടുംബങ്ങളുടെ ഭാവി വാഗ്ദാനങ്ങളായി തീരേണ്ട എത്രയോ തലമുറകളാണ് ഇന്ന് ലഹരിയുടെ നീരാളി പിടുത്തത്തിൽ അമർന്ന് അവരുടെ ഭാവി തകർന്നു പോയിട്ടുള്ളത്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഈ ലഹരി മാത്രമാണോ സ്ത്രീപീഡനവും സ്ത്രീധനത്തിന്റെ പേരിലുള്ള പീഡനങ്ങളുമൊക്കെ ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമല്ലേ? നമ്മുടെ ഈ കൊട്ടാരക്കര എന്ന് പറയുന്ന സ്ഥലത്തല്ലേ ഒരു അധ്യാപകൻ എന്ന വിളിപ്പേരിന് യോഗ്യനല്ലാത്ത ഒരു മനുഷ്യൻ, അവിടെയുള്ള ഒരു പെൺകുട്ടി, ചെറുപ്പക്കാരി 20 വയസ്സ് പ്രായമുള്ള ഒരു യുവ ഡോക്ടറെ കുത്തിക്കൊലപ്പെടുത്തിയത് നമ്മുടെ ഈ കൊട്ടാരക്കരയിലല്ലേ? അത് മാത്രമാണോ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ? എത്രയെത്ര ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ പത്രങ്ങളോ അതുപോലെ മീഡിയകളോ തുറന്നു നോക്കിയാൽ മനുഷ്യ മനസാക്ഷിയെ വെട്ടിപ്പിക്കുന്ന, മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ധീരോതമായ പൈശാചികമായ എത്രയോ സംഭവങ്ങളാണ് നാം ദിനംതോറും കേട്ടുകൊണ്ടിരിക്കുന്നത്. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് കാരൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. ഒരു വിധത്തിൽ ചിന്തിച്ചാൽ അതൊരു പക്ഷേ ന്യായമെന്ന് തോന്നിയാൽ, കാരണം അന്ധവിശ്വാസങ്ങളുടെ കുടിയിരുപ്പ് കേന്ദ്രങ്ങളായി പല മതങ്ങളും മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ല ഇലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്തല്ലേ നരബലി എന്ന് പറയുന്ന അന്ധവിശ്വാസത്തിന്റെ പേരിലുള്ളതായ ആ മന്ത്രവാദം ആഭിചാരം നടക്കപ്പെടുവാനിടയായത്? കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? നമ്മളൊക്കെ വളരെ അഭിമാനത്തോടെ കേരളീയരാണെന്ന് പറയുമ്പോൾ തന്നെ അല്പം ആഹാരത്തിന് വേണ്ടി ഒരല്പം ഭക്ഷണം എടുത്തു എന്നതിന്റെ പേരിൽ ആദിവാസിയായ മധു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കയ്യും കാലും കെട്ടിയിട്ട് തല്ലിക്കൊല്ലാൻ മടിയില്ലാത്ത ഒരു സമൂഹമായി, മനസാക്ഷിയില്ലാത്ത സമൂഹമായി നമ്മുടെ സമൂഹം മാറിയിട്ടില്ലേ എന്ന് നാം ഒരു നിമിഷം ചിന്തിക്കണം പ്രിയമുള്ളവരെ. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ പരസ്യ സ്ഥലത്ത് നിന്ന് ഇത്ര സവിസ്തരമായി ഞങ്ങൾ ഇങ്ങനെ ഉറക്കെ പ്രസ്താവിക്കുന്നത്? വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ ഒരു പദപ്രയോഗമുണ്ട്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആധാരമായിരിക്കുന്ന പവിത്ര സംഹിതയായിരിക്കുന്ന വിശുദ്ധ ബൈബിളിനെ കുറിച്ച് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അമൂല്യമായ അതുല്യമായ ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്.
ലോകത്തിൽ ഏറ്റവും അധികം തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ബൈബിൾ മാത്രമാണ്. ലോകത്തിൽ ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടുന്നത് വിശുദ്ധ ബൈബിളിലെ സന്ദേശമാണ്. ലോകത്തിലെ അനേക നേതാക്കന്മാർ സാമ്രാജ്യത്തെ ശക്തികൾ ഉടവോളം പടവോളം ഉയർത്തി ഇതിനെതിരെ വെല്ലുവിളികൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്നും അജയ്യമായി ഇതിന്റെ സന്ദേശം തുടരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് മാനുഷികമായിട്ടുള്ള ഒരു നിർമ്മിതിയായിരുന്നില്ല. ഇത് മാനവകുലത്തെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവിന്റെ സ്നേഹ സന്ദേശമാണ് ഞങ്ങൾ ഇന്നലെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇങ്ങനെ നിങ്ങൾ തെരുവിൽ നിന്ന് പ്രസംഗിച്ചാൽ നാട്ടിലെ സകല പ്രശ്നങ്ങളും മദ്യപാനങ്ങളും ഒക്കെ മാറുമോ എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഇവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരികളായിട്ടുള്ള യുവജനങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഒരു കാലഘട്ടത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അതുപോലെ മതത്തിനും ലക്ഷ്യത്തിനും ഒക്കെ അടിമകളായി ചോരച്ചാലികൾ നീന്തി കയറി തൂക്കുകയറി മതിയെന്നൊക്കെ പറഞ്ഞ് ജീവിച്ച ഒരു കൂട്ടം മനുഷ്യരാണ് ഞങ്ങളും. എന്നാൽ രാഷ്ട്രീയം മതത്തിനും സമൂഹത്തിനും സമുദായത്തിനും ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിയാതെ സമൂഹത്തിന്റെ തലവേദനയായി മാറിയ ഞങ്ങളെ ഇന്ന് പകലിൽ ഈ പരിവാരത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന സന്ദേശമാണ്, വ്യക്തിയെയാണ് ഞങ്ങൾ പകൽ നിങ്ങളെ പരിചയപ്പെടുത്തി പ്രസംഗിക്കുന്നത്. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പ്രസംഗിക്കുന്നത്? യേശു ക്രിസ്തുവിനെ പോലെ അതുല്യമായ ഒരു വ്യക്തിത്വം മറ്റാരുമില്ല എന്ന് ഞങ്ങൾക്ക് പറയുന്നതിൽ സന്തോഷമുണ്ട്. കാരണം എന്താണ്? യേശു ക്രിസ്തു ജനിച്ചിട്ടുള്ളത് പോലെ ഇന്ന് വരെ ഭൂമിയിൽ ആരും തിരുവതാരം ചെയ്തിട്ടില്ല. എന്തിനാണ് യേശു ജനിച്ചത്? മാനവകുലത്തിന്റെ പാപപരിഹാരത്തിന് വേണ്ടി മനുഷ്യാകൃതി കൊണ്ട് ഈ ലോകത്തിലേക്ക് വന്ന ഒരേ ഒരു വ്യക്തിത്വം യേശു ക്രിസ്തു മാത്രമാണെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ മാത്രമേ സ്വർഗീയ ദൂതന്മാർ വാഴ്ത്തിപ്പാടിയിട്ടുള്ളൂ. യേശു ക്രിസ്തുവിന്റെ ജനനം മാത്രമേ ദൂതന്മാർ ആഘോഷിച്ചിട്ടുള്ളൂ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഇന്ന് യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞങ്ങൾ പറയുമ്പോൾ തന്നെ യേശു ക്രിസ്തുവിന്റെ അനേക എന്തിനാണ് താൻ ഇവിടെ ഭൂമിയിൽ വന്നത് എന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത്? ഭക്ഷണമില്ലാത്തതാണോ ഇന്ന്? വീടില്ലാത്തതല്ല, വസ്ത്രമില്ലാത്തതല്ല, ആഹാരമില്ലാത്തതല്ല. നല്ല മനുഷ്യരെ പോലും തിന്മയിലേക്ക് നയിക്കുന്ന ഒരു വൈശാചിക ശക്തി മനുഷ്യനിൽ കുടിയിരിക്കുന്നുണ്ട്. ആ ശക്തിയുടെ പേരാണ് തിന്മ എന്ന് വിളിക്കപ്പെടുന്നത്, പാപം എന്ന് വിളിക്കപ്പെടുന്നത്. മനുഷ്യ, പാപമില്ല എന്ന് നിങ്ങൾ പറയുന്നുവെങ്കിൽ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നമുക്കറിയാം ഇവിടെ പോലീസ് സ്റ്റേഷന്റെ ആവശ്യമില്ല, നിങ്ങൾ കടയടച്ചേച്ച് പോകേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? പാപം എന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ട്, പാപത്തിന്റെ പരിഹാരം മാത്രമല്ല, ലോകത്തിൽ യേശു ക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്ത് കർത്താവ് അനേക രോഗികളെ സൗഖ്യമാക്കി എന്ന വചനത്തിൽ നാം വായിക്കുന്നു. പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചു എന്ന വിശുദ്ധ ബൈബിളിൽ നാം വായിക്കുന്നു. ഇന്ന് പകലിൽ സുവിശേഷം എന്ന് പറയുന്നത് നല്ല സന്ദേശമാണ്. യേശു ക്രിസ്തുവിൽ കൂടെയുള്ള നിത്യരക്ഷയും നിത്യജീവനും എന്ന പകലിൽ നിങ്ങൾക്ക് ഈ സുവിശേഷത്തിൽ കൂടെ ലഭ്യമാണ്. നിങ്ങൾ മതം മാറണ്ട, നിങ്ങൾ പേര് മാറണ്ട, നിങ്ങൾ പണം മുടക്കണ്ട. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഏതെങ്കിലും വിഷയത്തിന്റെ അകത്ത് നിരാശപ്പെട്ട് ഭാരപ്പെട്ട് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകലിൽ നിങ്ങളുടെ ഹൃദയം യേശു ക്രിസ്തുവിനായി സമർപ്പിക്കൂ. യേശുവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്റെ പാപത്തെ എത്തിച്ചാൽ നിങ്ങളെ രക്ഷിപ്പാൻ യേശു മതിയായവനാണ്. അതുകൊണ്ട് മറ്റൊരുത്തരും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യനിടയിൽ നൽകപ്പെട്ടൊരു നാമവുമില്ല എന്ന് ഒരു പ്രാവശ്യം കൂടെ ഈ അയ്യൂരിലുള്ള ജനത്തോട് ഞങ്ങൾ ഉറക്കെ പ്രസ്താവിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം ഈ ദേശത്തെ പട്ടണത്തെ അനുഗ്രഹിക്കുമാറ്.